നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം, 25ഓളം പേർക്ക് പരിക്ക്. ചൂണ്ടൽ വെട്ടുകാട് റോഡിൽ ആശാരിപ്പടിയിൽ വെച്ചാണ് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. രാമനാട്ടുകര സ്വദേശി ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ സ്വദേശിനി വിജി, മുണ്ടൂർ സ്വദേശി രാജി, കോട്ടപ്പടി സ്വദേശി രാജീവ്, ചാവക്കാട് സ്വദേശി അസ്ന, മമ്മിയൂർ സ്വദേശി സത്യഭാമ, പാലക്കാട് സ്വദേശി പ്രീത, കൈപ്രമ്പ് സ്വദേശി ഹരിദാസ്, ഇരിങ്ങപ്പുറം സ്വദേശി ഷീജ, വരടിയം സ്വദേശികളായ സാന്ദ്ര, അമിത, കണ്ടാണിശ്ശേരി സ്വദേശി ദേവികൃഷ്ണ, തിരുവനന്തപുരം സ്വദേശി വിജയകുമാരി, കാവീട് സ്വദേശി പ്രസന്ന, അണ്ടത്തോട് സ്വദേശി നാഫിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ കേച്ചേരിയിൽ മറ്റൊരു അപകടം നടന്നതിനെ തുടർന്ന് റോഡിൽ ശക്തമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ബസ്സുകൾ വെട്ടുകാട് വഴി തിരിച്ചുവിട്ടിരുന്നു. ആശാരിപ്പടി വഴി ചൂണ്ടലിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഇരു ബസ്സുകളിലെയും 25ഓളം വരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കേച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനക്കല്ല് സ്വദേശി തെക്കൂട്ട് നിധിനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7:30യോടെ കേച്ചേരിയിലുള്ള ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ലോറിയും മിനി പിക്കപ്പും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പിക്കപ്പിലും ലോറിയിലുമുണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേറ്റു. ആനക്കല്ല് സ്വദേശി മടത്തിൽ വീട്ടിൽ അജയൻ, വെങ്ങിണിശ്ശേരി സ്വദേശി അരുൺ, ചൊവ്വന്നൂർ സ്വദേശി ശ്യാം, കേച്ചേരി സ്വദേശി പ്രദീപ്, അവണിശ്ശേരി സ്വദേശി പ്രദീപ് എന്നിവരടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. ഈ സമയത്ത് പെയ്തിരുന്ന കനത്ത മഴയെ അവഗണിച്ചും കുന്നംകുളം അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്നാണ് വാഹനം വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. അപകടത്തിന്റെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളും പൂർണ്ണമായി തകർന്നു. പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് ബ്രാഞ്ചിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുന്നംകുളത്തെയും തൃശൂരിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഏറെ നേരം പ്രയത്നിച്ചാണ് പുനഃസ്ഥാപിച്ചത്. നിതിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശി വെന്റിലേറ്ററിൽ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരന് നിപയ്ക്കൊപ്പം ന്യൂമോണിയയും ബാധിച്ചതാണ് ആരോഗ്യനില മോശമാകാൻ കാരണം. ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 77 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഇതിൽ 2 പേർ ഹയസ്റ്റ് റിസ്കിലും 13 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലുമാണ്. ഇവരെ സെൽഫ് ക്വാറന്റൈനിലേക്ക് മാറ്റി. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഹയസ്റ്റ് റിസ്കിലുള്ളവരുടെ പരിശോധന ഫലം ഇന്ന് പുറത്തു വന്നേക്കും. അതേസമയം കേരളത്തിൽ വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ സാഹചര്യം അതീവ ഗൗരവത്തോടെ വീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ നിലവിലെ അവസ്ഥ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രോഗവ്യാപനം തടയാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിവാദങ്ങൾക്ക് വിട നൽകി ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തിന് അനുമതി നൽകിയ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. NK അക്ബർ MLA വിഷയത്തിൽ ഇടപെടുകയും നഗരസഭയുടെ ബൈലോ വ്യവസ്ഥകളും കൗൺസിലിന്റെ തീരുമാനവും മാനിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തതോടെ ജോയിന്റ് ഡയറക്ടർ വിലക്ക് നീക്കി ഉത്തരവിറക്കുകയായിരുന്നു. GSA എന്ന സംഘടനയുമായി സഹകരിച്ച് പ്രദർശനം നടത്താനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ സൗജന്യമായി ഹാൾ അനുവദിക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ് തർക്കങ്ങൾക്ക് വഴിവെച്ചു. ഇതിനെ തുടർന്ന് സെക്രട്ടറിയെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ കായിക പ്രേമികളുടെയും ജനപ്രതിനിധികളുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാർ നിയമങ്ങൾ പാലിച്ച് കൗൺസിലിന്റെ തീരുമാനം നടപ്പിലാക്കാൻ അധികൃതർ അനുമതി നൽകുകയായിരുന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AT ഹംസ, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു.
ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിൽ ഫിഫ ഫാൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥിനികൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് ആവേശകരമായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ ബ്രസീൽ ആരാധകർ വിജയിച്ചു. വിദ്യാർത്ഥിനികൾക്കൊപ്പം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെന്നി തെരേസ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ നിർമ്മൽ മരിയ, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ജസ്റ്റിൻ പി.ജി, ലഫ്റ്റനന്റ് മിനി ടി.ജെ, കോച്ച് ശ്യാം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ സ്റ്റോർ ഇൻചാർജും പൊതുപ്രവർത്തകനുമായ മേനോത്ത് കമറുദ്ദീനും 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എം.കെ. ഷഹരിയാറും ചേർന്നൊരുക്കിയ ലഘു ചിത്രീകരണം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. ബാല്യം കവരുന്ന തൊഴിലിനെതിരെ എന്ന പ്രമേയത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ വിറക് വെട്ടി ക്ഷീണിച്ച് അവശനായി ജോലിസ്ഥലത്ത് തലചുറ്റി വീഴുന്ന കുട്ടിയെ അതുവഴി വന്ന പിതാവ് രക്ഷപ്പെടുത്തുന്നതാണ് ആദ്യ ഭാഗം. തുടർന്ന് പുസ്തകവും സ്കൂൾ ബാഗും വാങ്ങി നൽകി പുഞ്ചിരിയോടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സന്തോഷകരമായ നിമിഷമാണ് ചിത്രത്തിന്റെ 2ാം ഭാഗം. അൻസാർ സ്കൂളിലെ 5000 വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമറുദ്ദീനാണ് ചിത്രത്തിന്റെ ആശയം രൂപപ്പെടുത്തിയത്. രംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചത് കമറുദ്ദീന്റെ മകളും അൻസാർ വിമൻസ് കോളേജ് PG വിദ്യാർത്ഥിയുമായ ഷഹരിയ നസീഫാണ്. ജോലിയല്ല വിദ്യാഭ്യാസമാണ് ഓരോ കുട്ടിയുടെയും അവകാശം എന്ന സന്ദേശമാണ് ചിത്രത്തിലൂടെ മൂവരും പങ്കുവയ്ക്കുന്നത്. സ്കൂളിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചതോടെ 100 കണക്കിന് ഷെയറുകളും കമന്റുകളും ലഭിച്ചു. ഒരു പിതാവിന്റെ കരുതലും ഒരു മകന്റെ തകർപ്പൻ അഭിനയവും ചേർന്ന് ബാലവേലയുടെ ക്രൂരതയും വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും ഒരേ ഫ്രെയിമിൽ ഒതുക്കി എന്നാണ് നിരവധി പേർ കുറിച്ചത്. ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസുകളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ചിത്രീകരണത്തിന് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും അഭിനന്ദനവുമായി രംഗത്തെത്തി. പുസ്തകവും ബാഗും ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാണെന്ന കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഈ ചിത്രീകരണത്തിന്റെ കഥ അതുപോലെ തന്നെ മൊബൈലിൽ ഇത് ചിത്രീകരിച്ചതൊക്കെ അൻസാർ വിമൻസ് കോളേജിലെ എൻ്റെ മകൾ കൂടിയായ ഷഹരിയാണ്. അതുപോലെ തന്നെ ഈ ചിത്രീകരണത്തിൽ വളരെ വൈറലായി വളരെ ഭംഗിയായി അഭിനയിച്ച എൻ്റെ മകൻ ഷഹരിയാർ ഇവൻ അൻസാർ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ്. ഈ ചിത്രീകരണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും. ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് വിളംബര റാലിയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. ഞങ്ങളുടെ ലഹരി കാൽപന്തുകളിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. മേഖലാ സെക്രട്ടറി അനുമോൻ സി തമ്പി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ലെനിൻ VS അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഷമീർ KK, ജോയിന്റ് സെക്രട്ടറിമാരായ അഭിരാജ് KA, അനേക് MV, കമ്മിറ്റി അംഗങ്ങളായ നിവേദ് PB, സഞ്ജയ് VS, സിജോ PJ, അഖിൽ ബാബു, മോഹ്സിൻ MM തുടങ്ങിയവർ നേതൃത്വം നൽകി. കായിക പ്രേമികൾക്ക് ഒത്തുകൂടി ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കുന്നതിനായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ബിഗ് സ്ക്രീൻ പ്രദർശനം ഒരുക്കി. ചാവക്കാട് ഏനമാവ് റോഡിൽ പീപ്പിൾസ് ഫാബ്രിക്സിന് മുൻവശത്തുള്ള അൽ ഹദീർ കെട്ടിടത്തിലാണ് കായിക പ്രേമികൾക്കായി വലിയ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രദർശനത്തിന് മാറ്റുകൂട്ടാൻ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാവക്കാട് കൂട്ടുങ്കൽ ചത്തുരത്തിൽ പ്രത്യേക ലോകകപ്പ് DJ വൈബ് സമ്മാന പെരുമഴയും സംഘടിപ്പിച്ചു. ബിഗ് സ്ക്രീൻ പ്രദർശനവും DJ വൈബും NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, KH സലാം, KP രഞ്ജിത്ത് കുമാർ, കൗൺസിലർമാരായ KV ശശി, KC സുനിൽ, ആരിഫ് പാലയൂർ, TM ഷാജി, ആസിഫ് പാലയൂർ, PI വിശ്വംഭരൻ, സീനിയർ PHI M ഷമീർ, സന്തോഷ് കരിമ്പൻ എന്നിവർ സംസാരിച്ചു. ചരമം
ചാവക്കാട് ഹയാത്ത് ആശുപത്രി MD ഡോക്ടർ ഷൌജാദ് മുഹമ്മദിന്റെ മാതാവ് നൂറുനിസ ബീവി നിര്യാതയായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടക്കും. തെക്കരയിൽ പരേതനായ ഡോക്ടർ PM കുഞ്ഞി മുഹമ്മദിന്റെ ഭാര്യയാണ്. ഡോക്ടർ ഷെബീജ, ഡോക്ടർ നൌഷജ എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.